ഹായ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കുറച്ച് ഓർണമെന്റ്സ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് ഓർണമെന്റ്സ് വാങ്ങാനുണ്ടായി. അത് നമുക്ക് ഓണം സമയത്തൊക്കെ നമ്മൾ സെറ്റ് സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിന് മാച്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും സ്പെഷ്യലായിട്ട് ഇതേപോലത്തെ സമയത്താണ് നമ്മൾ സ്പെഷ്യലായിട്ട് പുതിയ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങുന്നത്. പിന്നെ ഈ വർഷം മുഴുവൻ ഇടയ്ക്ക് സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ തന്നെ മാറിയൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഞാനത് ബ്രോഡ്വേന്ന് വാങ്ങിയത്. വാങ്ങാനായിട്ട് പോയപ്പോഴേക്കും എനിക്ക് ചിലതൊക്കെ കണ്ടപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം ഒന്ന് കാണിക്കാം. ഓർണമെന്റ്സ് കാണുമ്പോൾ കുറച്ച് ഭംഗി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണോ വെക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതേപോലെ ഒരു സെറ്റ് സാരി വെച്ചിട്ട് അതിൽ വെച്ച് കാണിക്കാമെന്ന്. ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി വാങ്ങിയതാട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു അവൾ 12th പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ വർഷം ഓണ സെലിബ്രേഷന് സാരിയാണ് അവരുടെ ഡ്രസ് കോഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗി വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതേപോലത്തെ ഒരു മാല വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇതേപോലെ നല്ല ഭംഗിയുള്ള കമ്മലുണ്ട്. ഗ്രീൻ കളർ സാരിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവള് സെലിബ്രേഷൻ റെഡിയായി കഴിയുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ മോതിരം ഓൾമോസ്റ്റ് അതിന് മാച്ചായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഒത്തിരി നോക്കിയിട്ടാണ് ഇതേപോലൊരു മാല സെലക്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. നോക്കിയപ്പോഴേക്കും ഈ സാരിയുടെ മേളിൽ വെക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഗ്രീനാണ്. അപ്പോൾ അങ്ങനെ അതിൽ വെച്ച് കാണിക്കുന്നു. ഇത് ഞാൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തൊരു ബ്ലൂ കളറിലെ മാലയാണ്. അതിലും നിറയെ കല്ല് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി കല്ലുകളുള്ള മാലയോടാണ് ഇഷ്ടം. ഇതിന് കറക്റ്റായിട്ട് മാച്ചിങ് കമ്മൽ കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിന് മാച്ചായിട്ടുള്ളൊരു കമ്മൽ നോക്കി വാങ്ങി. ഇപ്പം നമുക്കിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിലായതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം അതായത് എന്തെങ്കിലും ഓണം റിലേറ്റഡ് എന്തെങ്കിലും പ്രോഗ്രാം വരുവാണെങ്കിലും കേരള സാരി സെറ്റ് മുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിനെല്ലാം മാച്ചിങ് ഓർണമെന്റ്സ് ഒക്കെ മാക്സിമം ഇടാനായിട്ട് നോക്കും. അതായത് വർഷത്തിലൊരിക്കലാണ് ഇത്രയും ഇങ്ങനത്തെ കേരള ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുന്നത്. പിന്നെ വിഷുവിൻ്റെ സമയത്ത് ഇടാറുണ്ട്. വിഷു നമുക്ക് സ്കൂളില്ലാത്ത ടൈം ആയതുകൊണ്ട് കൂടുതൽ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഓർണമെന്റ്സ് കൂടി സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം ഇടാറുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ട് അതിന് മാച്ചിങ് ഓർണമെന്റ്സ് സെലക്ട് ചെയ്ത് നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. പിന്നെ ഇവിടെ എറണാകുളത്ത് ആയതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ഒരുപാട് ഇതിൻ്റെ മാർക്കറ്റ്സ് ഉണ്ട്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളിത് വാങ്ങാനായിട്ട് പോകുന്ന ടൈമിൽ ഷോപ്പിലൊക്കെ തിരക്കാണെങ്കിൽ നമുക്കിത് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒത്തിരി പേര് ഓണം പർച്ചേസ് ആയിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും സ്കൂൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറച്ച് സമയം ഇതിനു വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് മാച്ചിങ് ബാംഗിൾസും ഫിംഗർ റിങ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇയറിങ്സ് എനിക്ക് അത്ര മാച്ചായിട്ട് തോന്നിയില്ല, എന്നാലും 1-2 വാങ്ങി. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറയാറുള്ളൊരു കാര്യമാണ് എറണാകുളത്ത് ഭയങ്കര സുഖമാണ് ഷോപ്പിംഗ്, ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയതാണെന്നൊക്കെ. സത്യത്തിൽ എറണാകുളം ഷോപ്പിങ്ങിന് വളരെ നല്ലതാട്ടോ. നമുക്കിവിടെ ഒത്തിരി ഷോപ്പിംഗ് മാൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇപ്പം മെയിൻ സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിലും ഒത്തിരി ഷോപ്സ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനത്തെ എന്ത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വാങ്ങാം. ഈ കാണുന്ന ബാംഗിൾസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ തന്നെ ഫിംഗർ റിങ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് കളറാണ് ബാംഗിൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഫിംഗർ റിങ്സും കൂടി ചൂസ് ചെയ്യുകയാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിലുള്ള സ്റ്റോൺസ് നോക്കി സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ കണ്ടോ ബ്ലാക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു അക്വാ ഗ്രീൻ കളറും ഡാർക്ക് ഗ്രീൻ ബ്ലൂവും. റെഡ് ഉണ്ടായിരുന്നു. റെഡ് ഞാൻ വാങ്ങിയില്ല, കുറച്ച് കോമൺ കളറായതുകൊണ്ട് റെഡ് വേണ്ടാന്ന് വെച്ചു. കണ്ടോ, കാണാനായിട്ട് നല്ല രസമായി. ഈ ഫിംഗർ റിങ്സ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ്, ബാംഗിൾസും അഡ്ജസ്റ്റബിൾ ആണ്. അപ്പം നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ഇതേപോലത്തേക്ക് വാങ്ങാം. ഇതിൻ്റെ സ്റ്റോൺസ് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി കേട്ടോ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഫാഷനാണ്. നമ്മൾ ഏത് ജ്വല്ലറിയിൽ പോവുകയാണെങ്കിലും ഇതേപോലത്തെ സ്റ്റോൺ വെച്ച മോതിരങ്ങളാട്ടോ കൂടുതലും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതൊക്കെ വാങ്ങിയത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. ജനൽ കംപ്ലീറ്റ് അടച്ചിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എക്കോ ബെൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ജനൽ തുറന്നിട്ടേക്കാണ്. അപ്പോൾ മഴയുടെ ശബ്ദം കൂടി നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ സാരിയുടെ കൂടെ ശരിക്കും ഓർണമെന്റ്സ് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു സെറ്റ് സാരി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ബോർഡർ ഉണ്ടെങ്കിൽ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടാവും. പിന്നെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ടും വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു വീഡിയോ കാണുന്നില്ലല്ലോ എന്ന്. കുറച്ച് ബിസിയാണ്, കുറച്ച് പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഈ മാല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. അതെടുക്കുമ്പോൾ പാക്കറ്റിൻ്റെ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവറ് നമ്മൾ ഓർണമെന്റ്സ് എടുക്കുമ്പോൾ ഉള്ളൊരു ശബ്ദം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്.
ഈ മാല കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. ഇതിങ്ങനെ ബ്രോഡ്വേയിൽ കൂടെ നടന്നു പോയപ്പോൾ, ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു ദിവസം നിങ്ങളെ വീഡിയോയിൽ കാണിക്കും. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ക്രിസ്മസിന്റെ വീഡിയോയിൽ നിറച്ച് ഷോപ്സാണ്. അവിടെ ഒരു ബസാറുണ്ട്, മേത്തർ ബസാർ എന്നുണ്ട്. ആ ബസാറിന്റെ രണ്ട് സൈഡിലും കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ്. അപ്പോൾ അതിന്റെ രണ്ട് സൈഡിൽ നിറച്ച് ഹോൾസെയിൽ ഷോപ്സാണ്. അപ്പോൾ ആ ഷോപ്പിന്റെ ഫ്രണ്ടിൽ കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഈ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് റീറ്റെയിൽ ആയിട്ടൊന്നും അവർ തരില്ല. പിന്നെ ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വാങ്ങാം. അതും ഓപ്പൺ ചെയ്തൊന്നും കാണിക്കില്ല. നമ്മൾ വാങ്ങുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പൈസ പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് വേണം വാങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും മോളും കൂടി നടക്കുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിലൊരു ഗേളിൻ്റെ പടമാണ്. അപ്പോൾ അതിന് കംപ്ലീറ്റ് അതിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. ഞാനപ്പോഴത്തെ ഇതൊരു സിൽവർ സാരിയിൽ വെച്ച് കാണിക്കാം. സിൽവറിൻ്റെ കൂടെ ഇതിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇതാ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട്. എനിക്ക് ഈ സാരിയുടെ കൂടെ നല്ല രസമായിട്ട് തോന്നി കേട്ടോ. ഇതൊന്നും ആർക്കും കൊടുക്കാനല്ല കേട്ടോ, എനിക്ക് സ്വന്തം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ, എനിക്ക് മോൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാ. ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് വെറൈറ്റി തോന്നും. അപ്പോൾ വെറൈറ്റി തോന്നുന്നതാണ് കൂടുതലായിട്ട് ഞാൻ വാങ്ങാറുള്ളത്. ഇതാ കണ്ടോ, നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പിക്ചർ കാണാനായിട്ട്. ഇപ്പോൾ ഓർണമെന്റ്സിന്റെ ഹോൾസെയിൽ ബിസിനസ് ആർക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ബ്രോഡ്വേ നല്ലൊരു മാർക്കറ്റാണ്. അപ്പം നമുക്ക് ബോംബെ, ഐ തിങ്ക് ബോംബെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ബ്രോഡ്വേ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഹോൾസെയിലായിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഷോപ്പുകാർക്ക് മാത്രം അവരത് കൊടുക്കുള്ളൂ. ഹോൾസെയിലായിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വരുവാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങാൻ സാധിക്കും. ഇതാ ഇതിൻ്റെ കൂടെ ഒരു നെറ്റിച്ചുട്ടി ഉണ്ട് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ അതിന് ഇയറിങ്സും ഉണ്ട്. എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ ഈ നെറ്റിച്ചുട്ടി നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇയറിങ്സ് വേണമെങ്കിലും നല്ല ഡ്രസ്സിൻ്റെ കൂടെ ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കുർത്തി ഏതെങ്കിലും ആണെങ്കിൽ മാല ഇടുന്നതിന് വരെ ഇയറിങ്സ് മാത്രമായിട്ടും യൂസ് ചെയ്യാം. ഇതൊരു വെറൈറ്റി ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ ഇടുവാണെങ്കിൽ എല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കുകയും ചെയ്യും. ഇതാ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് വാങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചു എന്തായാലും നിങ്ങളെയും കൂടി ഇത് കാണിക്കുന്നു. സിൽവർ സാരിയിൽ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സിൽവർ ബ്ലാക്ക് കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ഈ ഓർണമെന്റ് നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓർണമെന്റ്സ് കഴിഞ്ഞ വർഷം ഓണം സമയത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കൂടുതൽ ഞാൻ പ്രിഫറൻസ് കൊടുത്തത് ഇതേപോലുള്ള ഓർണമെന്റ്സിനായിരുന്നു. ഈ ഇയറിങ്ങിൻ്റെ റേറ്റ് 70 ആണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് ഒരു ഷോപ്പിൽ ഇതേപോലെ ഡിസ്പ്ലേ കണ്ടിട്ട് വാങ്ങിയതാണ്. നല്ലൊരു ഭംഗി തോന്നി, അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചതാണ്. ഈ മാലയും കമ്മലും വാങ്ങുന്ന സമയത്ത് അത് സെറ്റായിട്ട് ഒരു 400 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഹോൾസെയിൽ ഷോപ്പാണെങ്കിൽ അവർ പല റേറ്റ് ആയിരിക്കും പറയുന്നത്. ഈ കാണുന്ന കമ്മൽ 40 റുപ്പീസിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് നടക്കുന്ന സമയത്ത് അവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്. അതായത് റോഡിന് രണ്ട് സൈഡിൽ ഒത്തിരി സാധനങ്ങൾ വിൽക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് വാങ്ങാം. ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ എറണാകുളത്ത് ബ്രോഡ്വേയിൽ ഹോൾസെയിൽ ഷോപ്പിൽ കിട്ടും. അപ്പോൾ അതിനേക്കാൾ ഒരു 5 രൂപ 10 രൂപ കൂടുതലായിരിക്കും ഈ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കണ്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴേക്കും നല്ല ഭംഗിയുള്ള കുറേ കമ്മൽ കണ്ടു. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇതേപോലെയുള്ള കമ്മലൊക്കെ വാങ്ങിയാൽ നല്ലതായിരിക്കും തോന്നി. അപ്പോൾ അങ്ങനെ കുറച്ച് കമ്മൽ വാങ്ങി. നമ്മളൊരു 10 കമ്മൽ വാങ്ങിയാൽ 400 രൂപ വരുള്ളൂ. ഇതെല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. അതേപോലെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇടുവാണെങ്കിൽ നമുക്ക് പെയിനൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ചില കമ്മലാണെങ്കിൽ നല്ല വലുപ്പമുള്ള കമ്മലിന് നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോഴേക്കും ഊരി വെക്കാൻ തോന്നും. ചില സമയത്ത് ഞങ്ങൾ ഈ ഓണം സെലിബ്രേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് കമ്മലിടാതെ പോയിട്ട് നമ്മൾ സ്കൂളിൽ എത്തുന്ന സമയത്തൊക്കെ കമ്മലിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് വാങ്ങുമ്പോൾ അതിനൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പം ഞാനത് കുറച്ച് വാങ്ങി എൻ്റെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനും വാങ്ങിയിട്ടുണ്ട്. ഇത് വിൽക്കുന്നവർ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരെനിക്ക് തോന്നി ഈ ബ്രോഡ്വേയിലെ മാർക്കറ്റ് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് അവർ റീറ്റെയിലായിട്ട് വിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി റേറ്റ് ഒന്നുമില്ല അവരുടെ കയ്യിൽ. ഞാനൊരു ദിവസം നെക്സ്റ്റ് എന്തെങ്കിലും ബ്രോഡ്വേയിൽ പോവുകയാണെങ്കിൽ ഇത് വിൽക്കുന്ന ആൾക്കാരുടെ ഒരു വീഡിയോ കൂടി എടുത്ത് കാണിക്കാം. അപ്പോൾ ആർക്കെങ്കിലും ബ്രോഡ്വേയിൽ പോവുകയാണെങ്കിൽ ഇവരെങ്ങനെയാണ് ഇത് വിൽക്കുന്നത്, എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണാമല്ലോ. ഈ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ വേറെ ഡിസൈൻ ഈ സെയിം കളേഴ്സ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ എറണാകുളത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ നല്ലത് നമ്മുടെ ഫ്രണ്ട്സിനോട് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതേപോലെ റീസണബിളായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്.
അതുപോലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു പോളിസി. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വേറെ ചില ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാർ നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കസിൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്തോരം ഇങ്ങനെ ആൾക്കാർ തരുന്നു എന്നുള്ളത്. അത് നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ജനറലി നമ്മൾ പറയല്ലേ, നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്കും തിരിച്ചു കിട്ടുള്ളൂ. എൻ്റെ ഓർണമെൻറ്റ്സ് കളക്ഷൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് കീപ്പ് ചെയ്യണമെന്ന് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ബോക്സ് ഉണ്ടോ, ഇതിൽ ഒരുപാട് കോളംസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ബോക്സസും നമുക്ക് ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതിലിട്ട് വെക്കുവാണെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയിട്ട് അതിൻ്റെ കളറൊന്നും പോവില്ല. അപ്പോൾ ഇതേപോലെ വെക്കുവാണെങ്കിൽ ഒത്തിരി നാളിത് ലാസ്റ്റ് ചെയ്യും. ഇതേപോലെ ഒരുപാട് ഓർണമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചില സമയത്ത് ചോക്ലേറ്റ്സിൻ്റെ ബോക്സ്, അതേപോലെ നമ്മൾ വല്ല ബിസ്ക്കറ്റ്സ് ഒക്കെ വാങ്ങുവാണെങ്കിൽ അതിൻ്റെ ബോക്സൊക്കെ നല്ല പോലെ നമ്മൾ ലിക്വിഡ് ഇട്ട് വാഷ് ചെയ്തെടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഞാൻ വെയിലത്ത് ചുണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഓർണമെൻറ്റ്സ് എല്ലാം അതിലിട്ട് വെക്കാം. നമ്മൾ യൂസ് ചെയ്ത ഓർണമെൻറ്റ്സ് എപ്പോഴും നമ്മൾ വാഷ് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. വാഷ് ചെയ്ത് ഉടനെ തന്നെ എടുത്ത് വെക്കരുത്. ഏതെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്തിൽ വെച്ച് അത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം വേണം ഇതേപോലെ വെക്കാനായിട്ട്. ഈ കാണുന്ന പോലെയായിട്ട് ഞാൻ ഓർണമെൻറ്റ്സ് വെക്കുന്നത്. നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ബോക്സിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റോൺസ് ഒന്നും കേടായി പോകില്ല. എല്ലാം കൂടി ഇരുന്ന് മിക്സ് ആയിട്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇതേപോലെ ഓരോ ബോക്സിലാക്കി വെക്കാം. ട്രാൻസ്പെറൻറ്റ് ബോക്സ് ആണെങ്കിൽ കാണാനായിട്ടും എളുപ്പമായിരിക്കും. നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ മാക്സിമം ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫംഗ്ഷനോ സ്കൂളിലാണോ അല്ലെങ്കിൽ കസിൻസിൻ്റെ മാരേജൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ഇത് സെറ്റ് ചെയ്തെടുത്ത് വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. എല്ലാ കമൻസിനും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. കമൻസ് ഇടുന്ന പോലെ തന്നെ നിങ്ങൾ റിപ്ലൈ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലത്തെ സമയത്താണെങ്കിൽ എനിക്ക് തിരിച്ചൊരു മെസ്സേജ് ഇട്ടേക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളത് കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ ഓർണമെൻറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ വളരെ റേറ്റ് കുറവാട്ടോ. നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നല്ല ഓർണമെൻറ്റ്സ് വാങ്ങാമെന്നാണ്. പിന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ എന്തായാലും ഈ ട്രെൻഡും ഫാഷനും ഇതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയ സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യുന്നതിനോട് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമമൊന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാവർക്കും ഇതേപോലെ എന്താ പറയുക, ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങാനായിട്ട് സാധിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇത് വാങ്ങിയത് ബ്രോഡ്വേ നിന്നാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്, അങ്ങനെ കുറച്ച് ഷോപ്സ്, ചിലതൊക്കെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനിനി സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് പോയിട്ട് വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.